ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിപാടി രാവിലത്തെ തുടങ്ങിയിട്ടുണ്ടെന്ന്. രാവിലത്തെ പരിപാടിയാണ് ഇപ്പോൾ 2 വിളച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പുറത്തേക്ക് വന്നിക്കണം. ലെയർ ഇവിടെ തന്നെയാണ്, മസാല ഇവിടെ തന്നെ ഉണ്ടാക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും വെക്കേഷൻ ടൂറൊക്കെ പോയിട്ടല്ലേ? ടൂറിൽ കയറില്ല? അപ്പോൾ എന്ത് കാണുന്ന മുത്തുമണികളുണ്ടാവുമല്ലോ, ലേക്ക് അടിച്ചാൽ പോകാൻ ഇപ്പം കല്യാണം പോകാൻ ലേക്ക് അടിച്ചാണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും. ക്യാമറ നോക്കി നിൽക്കുന്ന വർത്താൻ പറയാൻ സമയമില്ലാത്തതുണ്ടോ? ഈ സമയത്തായാലും ഒരു 8-8 ആകുമ്പോൾ സെയിൽ ചെയ്യാൻ കഴിയില്ല. നേരം പലപരാതെ വെളുത്തുകൊണ്ട് കേട്ടോ. 6 മണിയായി. ആ കുട്ടികൾ കട്ടൻ ചായ കുടിച്ചാണ്. മസാല ഒക്കെ റെഡി ആക്കണ്. അപ്പം കുറേയൊക്കെ ലെയർ കുറേ റെഡി ആക്കണ്. ഞാൻ 2-3 ഉണ്ടാക്കുന്നുണ്ട്. അത് ഒക്കെ ചുട്ടച്ചുണ്ട്. ഇനി തിരക്കാൻ സെറ്റാക്കാൻ തുടങ്ങണം. അപ്പോൾ മസാല റെഡിയാണ്. ഇനി അപ്പം കൂടെ ആളുടെ ഇടയ്ക്ക് നമുക്ക് അപ്പം അതിൻ്റെ ഇടയോടെ ചൂടും, എന്നാലും അതിൻ്റെ ഇടയിൽ സെറ്റാക്കി കൊടുക്കും ഞാൻ. എന്നാലും 8 മണി തീരുള്ളൂ. വെക്കണം സെറ്റാക്കിന് ഇനി ഓരോന്നേരം ഇങ്ങനെ ഉണ്ടാക്കട്ടെ. ഏതായാലും മസാലകളൊക്കെ റെഡിയാണല്ലോ. ഇനി ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി എളുപ്പമുള്ള വെച്ചു. ഓക്കെ, അങ്ങനെ മക്കളെ നമ്മൾ 5 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഒരു 4 ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയിലാണ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മക്കളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അത് കട്ട് ചെയ്ത് കൊണ്ടാനോ കേട്ടോ. ഒക്കെ റെഡിയാണ്, സാധനം റെഡിയാണ്. ഞങ്ങളിപ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. കട്ട് ചെയ്ത് വണ്ടിക്ക് വെച്ചിട്ട് വേണം ചായ കുടിച്ചിട്ട് പോകാൻ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ സ്കൂളിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പടവും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരൊന്നുമില്ല, ഞാൻ തന്നെ അല്ല കേട്ടോ. എല്ലാ പണിയും നമ്മൾ തന്നെയാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത്. അത് ഫോൺ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ കാണിക്കാമെന്നാ. കാണിക്കണ്ട കേട്ടോ. അവിടുത്തെ പണിയും കാര്യമൊക്കെ നമ്മൾ സെറ്റായി കാണിക്കാം. ഒക്കെ നമ്മൾ തന്നെ എല്ലാ പണിയും നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സാധനം എടുത്താൽ സ്കൂൾ സമയം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ എടുക്കുകയാണ്. ഇതും കൂടി വേണ്ടേ, മണി കൂടി വേണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാനത് എല്ലാം ടൈറ്റ് ചെയ്യാറ്. ഈ സ്കൂൾ പിന്നെ ക്യാൻറ്റീൻ സെറ്റാക്കണ കുറേ സാധനങ്ങൾ ഇറക്കാറുണ്ട്. ഇന്ന് അതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് എനിക്ക് വഴി ഉണ്ടാവും. ഓക്കെ, തുറക്കാനാകുമ്പോൾ ഒക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്താലോ? ഓക്കെ, അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഈ ബ്ലോക്ക് പെട്ടെന്ന് എത്തുമ്പോൾ നേരം വെക്കണം. അപ്പോൾ ചിലർക്ക് നേരം വൈകിയും പറയും. മേലാത്തൊക്കെ പറഞ്ഞ നെല്ലിപ്പറമ്പ് ബ്ലോക്കാണ്.
ഇത് ചാടി കടന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാലും മേലാത്ത പള്ളീൻ്റെ അവിടെ ഒരു കട ഉണ്ട്, അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ചാടി കടന്ന് പോയിട്ട് കാര്യമില്ല, അതിൽ തന്നെ പോയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അത് കൊടുത്തിട്ട് വേണം പിന്നെ ഇങ്ങോട്ട് ടൗണിലേക്ക് വരാൻ. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ രാവിലെ സാധനം എത്തിയാലും എനിക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റുള്ളൂ. രാവിലെ കുറച്ച് കസ്റ്റമർ ഉണ്ടാവും. രാവിലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം പോവാം. എന്താ കഴിക്കാനിൽ വെച്ചാണ്ടായാലും വരിക. ഇതിൽ ഒന്നിൽ 3 എണ്ണമാണ് കൊള്ളുക. ശരിക്കും സെറ്റാക്കുകയാണെങ്കിൽ 3 എണ്ണം. ഇതിൽ ചെറുതിലും 3 എണ്ണം. നമുക്ക് ചെറുതൊന്നുണ്ട്, ഇതിൽ 3 എണ്ണം പോകും. ബാക്കിയില്ല നമുക്ക് ഇതേമാതിരി തട്ടിൽ വെച്ച് കൊണ്ടുപോകാം, പേപ്പറിട്ട് മൂടലാം. റെഡി.